ചില ആളുകളുടെ പ്രൊഫൈല് നമുക്ക് ലോകത്തുള്ള എല്ലാ മാട്രിമോണിയൽ സേവനങ്ങളിലും, അതല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളിലും, അതല്ല ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ബ്യൂറോയിൽ, ബ്രോക്കറുടെ അടുത്ത്, ഇങ്ങനെ എല്ലായിടത്തും അവരുടെ പ്രൊഫൈലുകൾ കാണാറുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ തേടുന്നത് എന്താണെന്നുള്ളതല്ലേ? 100% അവർക്ക് അനുയോജ്യരായിട്ടുള്ള ഒരു പങ്കാളിയെ, അവരാഗ്രഹിക്കുന്ന ലക്ഷണമൊത്ത ഒരു പങ്കാളിയാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വിവാഹം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടും ജോലി കൊണ്ടും ഫാമിലിപരമായിട്ടും എല്ലാ രീതിയിലും വിവാഹിതരാകാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. എന്നിരുന്നാലും ആ ലക്ഷണമൊത്ത പങ്കാളിയെ കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ എല്ലാ സേവനങ്ങളിലും തൻ്റെ പാർട്ണറെ അന്വേഷിച്ച് നടക്കുന്നത്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾ ആരും പരിപൂർണരായിട്ടുള്ള ആളുകളല്ല. ഓരോ ആളുകളുടെ ഉള്ളിലും ഒളിച്ചിരിക്കുന്ന പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പുറമേ നിന്ന് പരിപൂർണമായി മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ണറെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ പ്രാഗൽഭ്യമുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, അതിനുവേണ്ടി സമയവും പണവും എഫോർട്ടും മാറ്റിവെക്കുക തന്നെ ചെയ്യുക. അങ്ങനെ ലഭിക്കുന്ന പങ്കാളിയെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറാകുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞ പങ്കാളിയെ അവൻ അല്ലെങ്കിൽ അവൾ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ സ്വീകരിക്കാനും സ്നേഹിക്കാനും പൊരുത്തപ്പെട്ട് ജീവിക്കാനും തയ്യാറാകുക. ഇതിലാണ് ഒരു വിവാഹ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. വിവാഹത്തിന് ശേഷം ചില ശാരീരിക പോരായ്മകൾ, ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ കണ്ടെത്താനും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതും ശരിയായ രീതിയല്ല. കാരണം ഞങ്ങളുടെ ഒരു 12 വർഷക്കാലത്തെ അനുഭവം വെച്ചിട്ട് ഒരാൾക്ക് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈല് കിട്ടാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് 35% മുതൽ മാക്സിമം 75% വരെയാണ്. അതിൽ കൂടുതൽ ഒരു കാരണവശാലും മാച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൽ ഭൂരിഭാഗം പേർക്കും 35 to 50, അതിൽ കൂടുതൽ ഒരു കാരണവശാലും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ആളുകൾ മനസ്സിലാക്കുക, ഇങ്ങനെ കുറവുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അയാളുടെ ജീവിതം കാണുമ്പോൾ അക്കരെ പച്ചയായിട്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് ആഴത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുക അവിടെയും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെയുണ്ട്. സോ ഉള്ളതിൽ സംതൃപ്തനാകാൻ അല്ലെങ്കിൽ അതിൽ സന്തോഷം കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനായി ശ്രമിക്കുക. സോ ബി എ ഹാപ്പി കപ്പിൾ. താങ്ക് യു.